യൂണിയന്റെ അടിസ്ഥാന ലക്ഷ്യമായ ഫ്രീ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ് എന്ന വ്യവസ്ഥയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് 2004 വെൻഡിൽ ക്ലൗസൽ എന്നൊരു വ്യവസ്ഥ സ്വിസ് ഗവൺമെന്റ് യൂറോപ്യൻ യൂണിയന്റെ മുമ്പിൽ വയ്ക്കുകയും EU അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. EU രാജ്യങ്ങളിൽ നിന്ന് പ്രതിവർഷം ഏതാണ്ട് 10,000 കുടിയേറ്റക്കാരെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഭാവിയിൽ കുടിയേറ്റ നിയന്ത്രണം ആവശ്യമായി വന്നാൽ ഉപയോഗിക്കുവാനായി വെൻഡിൽ ക്ലൗസൽ എന്ന നിയന്ത്രണോപകരണം ബുണ്ടസ്റാത്ത് അല്ലെങ്കിൽ ഫെഡറൽ കൗൺസിൽ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. മർദ്ദം അമിതമാകുമ്പോൾ തുറക്കുവാനുള്ള കവാടം എന്നർത്ഥം വരുന്ന വെൻഡിൽ ക്ലൗസൽ അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് ആർക്കും തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. എന്നാൽ ഫ്രീ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ് എന്ന വ്യവസ്ഥ പ്രകാരം 10,000-ന് പകരം 100,000-ഓളം EU പൗരന്മാർ പ്രതിവർഷം സ്വിറ്റ്സർലൻഡിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ വെൻഡിൽ ക്ലൗസൽ എന്ന എമർജൻസി ബ്രേക്ക് ലിമിറ്റഡ് ടൈമിലേക്ക്, അതായത് 2014 മെയ് വരെ ഉപയോഗിക്കുവാൻ 2012 സ്വിസ് ഗവൺമെന്റ് തീരുമാനിച്ചു. പക്ഷേ ആ നിയന്ത്രണം കിഴക്കൻ യൂറോപ്പിലെ 8 രാജ്യങ്ങൾക്ക് മാത്രമായി ഒതുക്കിയത് ശക്തമായ പ്രതിഷേധമുയർത്തി. പിന്നീട് വെൻഡിൽ ക്ലൗസൽ മറ്റ് 17 രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ നിയന്ത്രണം കൊണ്ട് ജനപ്രവാഹം തടയുവാനായില്ല. ഈ രാജ്യങ്ങൾ അവരുടെ ക്വാട്ട എത്രയും പെട്ടെന്ന് ഉപയോഗിച്ച് തീർത്തു എന്ന് മാത്രമല്ല, പിന്നെയും വളരെയധികം ആൾക്കാർ ഹ്രസ്വകാല വിസ ഉപയോഗിച്ചോ ക്രോസ് ബോർഡർ കമ്മ്യൂട്ടറായോ വന്നുകൊണ്ടേയിരുന്നു. ഇപ്രകാരം സംഭവിക്കും എന്ന വെൻഡിൽ ക്ലൗസൽ ഉപയോഗിക്കുവാൻ തീരുമാനം എടുത്തപ്പോൾ തന്നെ ബുണ്ടസ്റാത്തിന് നിശ്ചയമുണ്ടായിരുന്നു. സ്വിസ് ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ബുണ്ടസ്റാത്തിൻ സിമോണറ്റ സോമറുഗ 1 വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, വെൻഡിൽ ക്ലൗസൽ ഭാഗികമായ ഫലപ്രദമാകൂ, ഇത് കുടിയേറ്റ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം അല്ല എന്ന്. ഫ്രീ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ് എന്ന നയത്തോട് കടുത്ത വിരോധം പുലർത്തുന്ന എസ്ഫാപയുടെ ലക്ഷ്യം കർശനമായ ക്വാട്ട സിസ്റ്റം ആണെന്ന് അറിയാമായിരുന്നിട്ട് കൂടി വെൻഡിൽ ക്ലൗസലിന്റെ കാലാവധി കഴിഞ്ഞാലത്തെ നീക്കത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുവാൻ ഉള്ള അവകാശം ബുണ്ടസ്റാത്ത് എസ്ഫാപയുടെ കൈകളിലേക്ക് നീട്ടിക്കൊടുക്കുകയായിരുന്നു എന്ന് വേണം പറയുവാൻ. നിയന്ത്രണാതീതമായി വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തിനെതിരെ തങ്ങൾ കണ്ണടയ്ക്കുകയില്ലെന്നും ഇത്തരം ഒരു സാഹചര്യം വന്നാൽ വെൻഡിൽ ക്ലൗസൽ നടപ്പിലാക്കുമെന്ന് ജനങ്ങൾക്ക് തങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കുമെന്നും ബുണ്ടസ്റാത്ത് തെളിയിച്ചു കാട്ടി. എന്നാൽ അതുവഴി ഗവൺമെന്റ് ഒരു കുരുക്കിൽ സ്വയം ചെന്ന് ചാടുകയായിരുന്നു എന്ന് അനന്തരഫലങ്ങൾ തെളിയിച്ചു. അതെ, കുടിയേറ്റം നമുക്കൊരു വൻ പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. അതിനാൽ തൽക്കാലത്തേന് വെൻഡിൽ ക്ലൗസൽ ഉപയോഗിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്ന് ജനങ്ങളോട് ഉള്ള ഒരു പരസ്യ കുമ്പസാരം ആയിരുന്നു ഈ നീക്കം. ഇത് എസ്ഫാപയ്ക്ക് ഒരു സുവർണ അവസരമായി പരിണമിച്ചു. കുടിയേറ്റ പ്രശ്നത്തിൽ സ്വിസ് ഗവൺമെന്റ് എത്ര നിസ്സഹായരാണെന്നും അതിനെതിരായി അവർ എടുത്ത തീരുമാനം എത്ര ബലഹീനമാണെന്നും കൃത്യമായ കണക്കുകളിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ സമർത്ഥമായി തെളിയിക്കുവാൻ എസ്ഫാപയ്ക്ക് കഴിഞ്ഞു. കുടിയേറ്റ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ക്വാട്ട സിസ്റ്റം തന്നെ ആണ് എന്നുള്ള എസ്ഫാപയുടെ നിലപാടിനെ ഇത് ഒന്നുകൂടി ശക്തമാക്കി. 2014 മെയ്യിൽ വെൻഡിൽ ക്ലൗസലിന്റെ കാലാവധി തീരുമ്പോൾ EUവിന്റെ വേദവാക്യമായ ഫ്രീ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ് എന്ന ബൈലാറ്ററൽ എഗ്രിമെന്റിന് വിലങ്ങുതടിയായി സ്വിസ് ജനത ഡയറക്ട് ഡെമോക്രസി വഴി തെരഞ്ഞെടുത്ത മാസ് ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് EUവിനും സ്വിറ്റ്സർലൻഡിനും ഒരുപോലെ തലവേദനയായിരിക്കുകയാണ്. ഇനി എന്ത്? 2014 ഫെബ്രുവരി 9 മുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ചോദ്യമാണിത്. 28 രാജ്യങ്ങൾ അടങ്ങുന്ന യൂറോപ്യൻ യൂണിയനെതിരെ ഒരു കൊച്ചു രാജ്യമായ സ്വിറ്റ്സർലൻഡ് ഡയറക്ട് ഡെമോക്രസി വഴി ഉയർത്തിയ വെല്ലുവിളി EUവിനെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. ഉടൻ തന്നെ EUവിന്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമായ എറാസ്മസ്, റിസർച്ച് പ്രോഗ്രാമായ ഹൊറൈസൺ 2020, മീഡിയ തുടങ്ങിയ പ്രോഗ്രാമുകളിൽ നിന്ന് സ്വിറ്റ്സർലൻഡിനെ EU പുറത്താക്കി. എങ്കിലും തന്ത്രപരമായ ഇടപെടലുകൾ മൂലം 2014 താൽക്കാലിക പ്രശ്നപരിഹാരം കണ്ടെത്തുവാനും EUവിനെ അല്പം ഒന്ന് ശാന്തമാക്കുവാനും സ്വിസ് ഗവൺമെന്റിന് സാധിച്ചു. ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ ജനവിധി ഇലയ്ക്കും മുള്ളിനും കേടുകൂടാതെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നതിനെപ്പറ്റി ചൂടുപിടിച്ച ആലോചനയിലാണ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും അടക്കം എല്ലാവരും ഇന്ന്. ചരിത്ര പ്രധാനമായി വോട്ടിങ്ങിനെ തുടർന്നുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലും പരാജയത്തിനുള്ള കുറ്റം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവയ്ക്കാനുള്ള പ്രവണതയിൽ ആയിരുന്നു പാർട്ടിക്കാരെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അതിശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒത്തൊരുമയോടെ ഉള്ള ഒരു നീക്കമാണ് കാണുന്നത്. ഇന്ന് എല്ലാ പാർട്ടിക്കാരെയും സമ്മതിക്കുന്നുണ്ട് ജനഹിതം മാനിക്കപ്പെടണം,
കൃത്യമായി പാലിക്കപ്പെടണം എന്ന്. ഈ സന്ദേശമാണ് തോൽവി അനുഭവിക്കേണ്ടി വന്ന പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്ന് പോലും നിരന്തരമായി ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ധിയില്ലാത്ത ഒരു തീരുമാനം സ്വിസ് ജനത കൈക്കൊണ്ടപ്പോൾ സ്വിറ്റ്സർലൻഡും യൂറോപ്യൻ യൂണിയനുമായി എടുത്ത ഫ്രീ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ് എന്ന കരാറിനെ മുറിപ്പെടുത്തിയേ പറ്റൂ എന്ന സാഹചര്യമാണ് ഉണ്ടായത്. എങ്കിലും ജനങ്ങളുടെ ഈ തീരുമാനം ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിധി തീർപ്പ് ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ വേണം എന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയായ മിസസ് ഇനൈഹൻ ഫ്ലൈഷ് ബ്രസൽസിൽ വ്യക്തമായി പ്രഖ്യാപിച്ചു. ഇയുവുമായി ഉള്ള ഫ്രീ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ് ഉടമ്പടി അവസാനിപ്പിക്കുന്നതിനോട് എല്ലാവരും ഒരുപോലെ യോജിക്കുന്നുണ്ട് എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല. 300 കമ്പനികളുടെ പേരന്റ് അസോസിയേഷനായ സ്വിസ് ക്ലീൻ ടെക് മാസ് മൈഗ്രേഷൻ ഇനിഷ്യേറ്റീവ് വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. അതായത് കർക്കശമായ ക്വാട്ട സിസ്റ്റം നടപ്പിലാക്കുവാനും സ്വിസ് റെസിഡൻസിന് മുൻഗണന കൊടുക്കുവാനും ഈ നിലപാട് ഇയുവിന്റെ മുൻപിൽ യാതൊരു മറവും കൂടാതെ അവതരിപ്പിക്കണം എന്നുമാണ് ഇതിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് നിക് ബെഗ്ലിംഗർ ആവശ്യപ്പെടുന്നത്. ഇതിൽ കുറഞ്ഞ വ്യവസ്ഥകളൊക്കെ ദീർഘവീക്ഷണവും ശാശ്വതമായും നിലനിൽപ്പും ഇല്ലാത്തവയായിരിക്കുമെന്നും ഇയുവിന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും ബന്ധത്തിന് തട്ടിയ ഉലച്ചിലിന് സ്ഥായിയായ പരിഹാരം ആയിരിക്കില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ വാദഗതിയിലൂടെ സ്വിസ് ക്ലീൻ ടെക്, ബുണ്ടസ് പ്രസിഡന്റ് ബൂർഖാൾട്ടും ജസ്റ്റിസ് മിനിസ്റ്റർ സോമറുക ഇവരുടെ നയപരിപാടിയാണ് പിന്താങ്ങുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒറ്റയടിക്ക് നൽകി ഇയുവിന്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കണം എന്ന ആശയമാണ് ഇതിനു പിന്നിൽ. ഇയു അംഗങ്ങൾ സ്വിറ്റ്സർലൻഡിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് ബുണ്ടസ്റാത്തിന് ഉറപ്പുണ്ട്. എന്നാൽ ആ വിവരം ഇയുവിന്റെ ഈ നിലപാട് ജനങ്ങളെ അറിയിക്കുക, ജനങ്ങളുടെ മുമ്പിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പുതിയ ബൈലാറ്ററൽ ഉടമ്പടി സമർപ്പിച്ച് 2-3 വർഷങ്ങൾക്കുള്ളിൽ ഒരു പുതിയ വോട്ടിംഗ് നടത്തി 2014 ജനവിധി തിരുത്തി എഴുതിക്കുക എന്ന ലക്ഷ്യമാണ് ബുണ്ടസ്റാത്തിന്റെ ഈ നീക്കത്തിന്റെ പിറകിൽ. എന്നാൽ 28 അംഗരാജ്യങ്ങളുള്ള ഇയു അംഗരാജ്യങ്ങളുടെ ഇടയിൽ വോട്ടെടുപ്പ് നടത്തി കാര്യതീരുമാനം ഉണ്ടാക്കുന്നതിന് അങ്ങേയറ്റം ഭയത്തോടെ ഉറ്റുനോക്കുന്നവരാണ് ട്രേഡ് അസോസിയേഷനായ ഇക്കണോമി സ്വിസും ഇൻഡസ്ട്രി ഫെഡറേഷനായ സ്വിസ് മേലും. പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു നീക്കം ആഗ്രഹിക്കുന്നവർ ആണിവർ. ഇയു ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത കൃത്യമായ ക്വാട്ട സിസ്റ്റത്തിന് പകരം ഒരു തരം സേഫ് ഗാർഡ് ക്ലോസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ക്ലോസ് ആണ് ഇവർ നിർദ്ദേശിക്കുന്നത്. ആവശ്യം വന്നാൽ സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യാനുസരണം കുടിയേറ്റത്തെ ക്രമീകരിക്കാൻ പറ്റിയ ഒരു മാർഗമായി അവർ ഇതിനെ കാണുന്നു. ഇതുവഴി ഇയുവിന്റെ ഫ്രീ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ് എന്ന തത്വത്തിന് യാതൊരു ക്ഷതവും വരുത്താതെ സ്വിറ്റ്സർലൻഡിലെ അമിത കുടിയേറ്റത്തെ നിയന്ത്രിക്കാം എന്നുള്ള ഇവരുടെ ന്യായത്തിന് ഫ്രൈബൂർഗ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ആസ്ട്രിഡ് എഫിനി, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മിഖായൽ അംബിയോൾ എന്നിവരുടെ പിന്തുണയും ഉണ്ട്. സർഗശേഷിയാണ് ഇവിടെ ആവശ്യം, അംബിയോൾ പറയുന്നു. ഉദാഹരണത്തിന് ഇയു പൗരന്മാർ അല്ലാത്തവർക്ക് ക്വാട്ട സിസ്റ്റം വെക്കുക, ഇയു പൗരന്മാർക്ക് ഷൂട്ട്സ് ക്ലൗസൽ വെക്കുക, ഇന്റർനാഷണൽ റൈറ്റ്സിനെ ക്ഷതപ്പെടുത്താത്ത രീതിയിലുള്ള ഒക്യുപേഷണൽ കവറേജ്, ലാൻഡ് യൂസ് പ്ലാനിംഗ് തുടങ്ങിയ വിശേഷാലുള്ള ആഭ്യന്തര അനുബന്ധ നടപടികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ നയപരിപാടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ സ്വിറ്റ്സർലൻഡിന്റെ ആകർഷണീയത കുറയ്ക്കുക, അതുവഴി കുടിയേറ്റം കുറയ്ക്കുക, ഇവിടുത്തെ ജനസംഖ്യ കുറയ്ക്കുക എന്നതാണ് ഇവരുടെ ആശയത്തിന്റെ പിറകിലെ യഥാർത്ഥ ഉദ്ദേശം. ഇതിലൂടെ ഇയു ആയുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാം എന്നാണ് അവരുടെ പ്രത്യാശ. വെന്റിൽ ക്ലൗസിൽ പരീക്ഷിക്കാതിരുന്നു എങ്കിൽ മാസ് ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് പരാജയപ്പെടുമായിരുന്നോ എന്ന ചോദ്യം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കാം. പക്ഷേ അതിന് കൃത്യമായ ഒരു ഉത്തരം തരിക അസാധ്യമാണ്. എന്നാൽ അതില്ലായിരുന്നുവെങ്കിൽ ഫ്രീ മൂവ്മെന്റ് ഓഫ് പേഴ്സൺസ് എന്ന വ്യവസ്ഥയെ ഗവൺമെന്റിന് വിശ്വസനീയമായ രീതിയിൽ പ്രതിരോധിക്കാമായിരുന്നു. ക്വാട്ട സിസ്റ്റം കൂടാതെ തന്നെ അമിത കുടിയേറ്റം എങ്ങനെ തടയുവാൻ അല്ലെങ്കിൽ ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ പറ്റുമെന്ന് പരിശോധിക്കുവാനുള്ള അവസരം, ഉദാഹരണത്തിന് സ്ത്രീകളെയും പ്രായമായ ആളുകളെയും ജോലി കമ്പോളത്തിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുവാനുള്ള അവസരം ഗവൺമെന്റ് സ്വയം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ മാസ് ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് ഒന്നുകൂടി വോട്ടിനിട്ടാൽ ഫലം ഫെബ്രുവരി 9 സമം ആയിരിക്കുമെന്ന് ഒരു മാർക്കറ്റിംഗ് സർവേ പറയുന്നു. ഒരിക്കൽ കൂടി അവസരം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുക എന്ന് 18-നും 69-നും ഇടയ്ക്ക് പ്രായമുള്ള 1200 ആളുകൾക്കിടയിൽ ഏപ്രിൽ 30-നും മെയ് 8-നും ഇടയ്ക്ക് നടത്തിയ ഗ്യാലപ്പ് പോളിൽ
52% പേർ അനുകൂലമായും 44% പേർ പ്രതികൂലമായും വോട്ട് ചെയ്യുമെന്നും 4% തീർച്ചയാക്കിയിട്ടില്ല എന്നുമാണ് ഉത്തരം നൽകിയത്. അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് കാരണമായി 19% പറഞ്ഞത് ഇവിടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിലധികം വിദേശികൾ ഉണ്ട് എന്നതാണ്. 2014 ഫെബ്രുവരിയിലെ ജനവിധി എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെപ്പറ്റി കൃത്യമായ തീരുമാനം സ്വിസ് ഗവൺമെന്റ് ജൂൺ 20 തന്നെ എടുക്കും എന്നാണ് പത്ര റിപ്പോർട്ടുകൾ. ആ വിധിയുടെ അനന്തരഫലം എന്താണെന്ന് കാത്തിരുന്നു തന്നെ അറിയണം. എങ്കിലും ഈ ഇനിഷ്യേറ്റീവിന്റെ മധുരഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങി. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഈസിയായി ജോലിക്കാരെ EU രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാമായിരുന്നത് കൊണ്ട് സ്വിറ്റ്സർലൻഡിൽ തന്നെയുള്ള റിസോഴ്സസ് ഉപയോഗിക്കാൻ ആരും താല്പര്യം കാണിച്ചില്ല. എന്നാൽ മാസ് ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് അതിന് വിപരീതമായ ഒരു വഴിയൊരുക്കി. ഈ ഇനിഷ്യേറ്റീവ് എങ്ങനെ പ്രാവർത്തികമാക്കിയാലും പ്രതിവർഷം 80,000 കുടിയേറ്റക്കാർ കൂടുതലാണ്, അത് തടഞ്ഞേ മതിയാകൂ എന്ന് എല്ലാ തരത്തിലുള്ളവർക്കും ഇന്ന് ബോധ്യമായി. സ്വിസ് ഇൻഡസ്ട്രി ഫെഡറേഷൻ ആയ സ്വിസ്മം, ട്രേഡ് അസോസിയേഷൻ ആയ എക്കണോമി സ്വിസും ഡൊമസ്റ്റിക് വർക്ക് പവറിനെ മാക്സിമം ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഫ്രീ പെൻഷനീറിംഗ് നിർത്തലാക്കുക, പെൻഷൻ പ്രായം കഴിഞ്ഞവരെ പാർട്ട് ടൈമിലോ ഫുൾ ടൈമിലോ തുടർന്ന് ജോലി ചെയ്യാൻ അനുവദിക്കുക. ഇവ വഴി ഭാവിയിൽ കുറച്ച് EU പൗരന്മാരെ മാത്രമേ സ്വിറ്റ്സർലൻഡിൽ ആവശ്യമായി വരികയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.